this. I don't give a shit about that. എന്താ? I don't give a shit about that. That's it. If you want to bully, you can bully. No, I just want to clear the things. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? റിപ്പോർട്ട് അടിച്ച് കളയാൻ എനിക്ക് അറിയാം. റിപ്പോർട്ട് അടിച്ചത് മസ്താനി എത്ര പേർ എന്ത് റിപ്പോർട്ട് അടിക്കും മസ്താനി? എനിക്ക് തന്റെ ഒരു സാധനം വേണ്ടെന്നുള്ളൂ. ദാറ്റ്സ്. പക്ഷെ എനിക്ക് പറയാലോ. ഗോ ഹെഡ്. ഞാൻ പറയും മസ്താനി, കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് പറയും. മസ്താനി ഇനി എന്നാ ചെറ്റത്തരം കാണിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു. എന്തോ? നിങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയായിരുന്നു. മസ്താനി ഞാൻ ഇത്ര ചീപ്പല്ല മസ്താനിയെ പോലെ. ഞാൻ അത്ര ചീപ്പല്ല. മസ്താനി എന്താണെന്ന് എല്ലാരും കണ്ടതാ. ഇവിടെ ഉള്ളവർക്കും അറിയാം, ഞാൻ ഇറങ്ങിപ്പോയത്. ഞാൻ അന്തസ്സായിട്ട് ഇവിടെ ഇറങ്ങിപ്പോയത്. ചാച്ചന്റെ ഓട്ടോയിലല്ലേ? എന്തോ എന്തോ മസ്താനി കേട്ടില്ല. ചാച്ചന്റെ ഓട്ടോയിലല്ലേ? മസ്താനി ഇതിനുള്ള ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? മസ്താനി ആ ഓട്ടോയില് എന്റെ അപ്പൻ എന്നെ ഓട്ടോയിൽ കൊണ്ടു നടന്നിട്ടാണ് ഇവിടം വരെ ഞാൻ എത്തി നിൽക്കുന്നത്. പറഞ്ഞത് ചാച്ചന്റെ ഓട്ടോ എന്ന് പറയാൻ എന്താ? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ ഇത്ര കുഴപ്പം? മസ്താനി ചാച്ചന്റെ ഓട്ടോയിലല്ലേ എന്ന് പുച്ഛിച്ചില്ലേ? എന്താ കുഴപ്പം? ചാച്ചന്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം? ആ ചാച്ചൻ ഓട്ടോ ഓടിച്ച് നടന്നിട്ടാണ് ഇവിടം വരെ എത്തിയത്. അത് ഞാൻ പ്രൗഡായിട്ടാണ് ഇതുവരെ എല്ലാ വേദികളിലും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ലൈഫ് സ്റ്റോറി പറയാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോ എന്റെ അപ്പൻ ഓട്ടോ ഓടിച്ചാണ് എന്നെ ഇവിടം വരെ എത്തിച്ചെന്ന് ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞു. സ്ക്രീൻ സ്പേസ് ഇല്ല, എനിക്കൊരു സ്ക്രീൻ സ്പേസ് വേണ്ട. മസ്താനി എന്റെ അടുത്ത് വന്ന് ചോദിച്ചുള്ള മറുപടിയാണ്. എന്നിട്ട് മസ്താനി ഇതിനെ വളച്ചൊടിച്ചത് ഞാൻ എന്റെ ദാരിദ്ര്യം പറഞ്ഞെന്ന്. മസ്താനി ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തതെന്ന്. സ്വന്തമായിട്ട് എന്തൊക്കെയാ ചെയ്തത്, കാണിച്ചു കൂട്ടത് എന്തൊക്കെയാണ്. ആൾക്കാർ ഇപ്പൊ നീ ചെയ്തതിന്റെയാണ് നിനക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായില്ലേ? പൊട്ടിക്കാരനുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്നല്ലോ കുറെ പേര് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ആലോചിച്ച് നോക്ക് കയ്യിലിരിപ്പ് എന്തൊക്കെയാണെന്ന്. പിന്നെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെറും ചെറ്റത്തരവാ. ചാച്ചന്റെ ഓട്ടോയിലല്ലേ എന്ന്. ഞാൻ അങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി. നിന്നെ എങ്ങനെയാണ് ഇവിടെ ഇറക്കി വിട്ടത്? ഇവന്മാരെല്ലാരും കൂടെ ആട്ടി കളിയാക്കി പുച്ഛിച്ചല്ലേ നിന്നെ ഇറക്കി വിട്ടത് ഇവിടുന്ന്. പുറത്തിറങ്ങി നടക്കാൻ വരുന്നുണ്ടോ? നാട്ടിൽ പോലും നിൽക്കാൻ വരുന്നില്ലല്ലോ. ഇല്ലേ? കയ്യിലിരിപ്പിന്റെയാ, കാണിച്ചതിന്റെയാ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഓട്ടോയിൽ ഇറങ്ങിപ്പോയെങ്കിൽ അന്തസ്സായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മനസ്സിലായില്ലേ? കയ്യിലിരിപ്പിന്റെയാ. ഹലോ നന്മ കൂടുതൽ നന്മമരം ചമയല്ലേ? എനിക്ക് സംസാരിക്കാം. 14 ദിവസം ഞാൻ നിന്നെങ്കിൽ ഞാൻ ഒരു തെണ്ടിത്തരം ഇവിടെ കാണിച്ചിട്ടില്ല. ഒരാൾക്ക് ഒരു വീഴ്ച വരുമ്പോഴാണെങ്കിലും ഇപ്പൊ മനസ്സിലായല്ലേ കോളേജ് എന്താണെന്നുള്ള കാര്യം? മസ്താനിയുടെ വായിൽ വന്ന ഭർത്താവിന് അവൾ എന്നാ ചെയ്യേണ്ട? അവൾക്ക് അങ്ങനെ പറയാനാ. എന്റെ വായിൽ നല്ല ചെറ്റ വർത്താനം വരുന്നുണ്ട് മസ്താനി. പക്ഷെ നിന്നെ പോലെ തറയല്ല, അതുകൊണ്ടാ പറയാത്തത്. അവള് പറഞ്ഞില്ലേ ഞാൻ ഇവിടെ എഡിറ്റ് ആയി പോയത് ചാച്ചന്റെ ഓട്ടോയിലല്ലേ എന്ന്. അവൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ കുറച്ച് മസ്താനി ഒരു കാര്യം മനസ്സിലാക്കിയോ? ഞാൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പുന്നാര മോളെ നീ ഇവിടെ നിന്ന് 2 കാലം നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തില്ലായിരുന്നു. അടിച്ചു നിന്നെ ഒതുക്കിയാരെ. പുറത്തെ കഥകള് ഞാനിനി ഒന്നും പറയണ്ട, നാട്ടുകാർക്ക് കൊണ്ട് അറിയില്ല. പിന്നെ സ്ക്രീൻ സ്പേസ് എനിക്കതിന്റെ ആവശ്യമില്ല. നീ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ തന്നത്. മനസ്സിലായില്ലേ? എന്നെ അങ്ങനെ ഒരു ചാച്ചൻ ഓട്ടോ ഓടിച്ച് വളർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അന്തസ്സായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിന്നെ അതുപോലെ നല്ല അടിച്ചു നല്ല ശരിയാക്കി വളർത്താത്തതിന്റെ കേടാണ് നീ കാണിക്കുന്നത്. മനസ്സിലായില്ലേ? എനിക്ക് നല്ലൊരു തന്ത ഉണ്ടായി. നട്ടതേ കൊയ്യൂന്ന് പറയും, വിതച്ചതേ കൊയ്യൂന്ന് പറയൂലേ? ആ സംഭവമാണ് ഇപ്പൊ അത്. ഇപ്പൊ വല്ല കാര്യം ഉണ്ടോ? ചാച്ചന്റെ ഓട്ടോയിലല്ലോ എന്നൊക്കെ അങ്ങനത്തെ വർത്താനം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി ടോൺ മാറേണ്ട വേണ്ട. ഇവളും ട്രിഗറായി. ഇവളൊക്കെ എന്തോരം അപരാധം പറഞ്ഞുണ്ടായിരുന്നു എന്നെ. എന്തോരം ഉപദ്രവിച്ചെന്ന് അറിയാമോ? പിന്നെ അളിയാ ഞാൻ വേറൊരാളുടെ പേരിനകത്ത് എടുത്ത് വലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ഇവൾക്ക് അറിയേണ്ടതിന്റെ എല്ലാം കൂടെ എനിക്ക് അന്ന് ഞാൻ തീർത്തു കൊടുത്താനേ ഞാൻ. പിന്നെ അപ്പാന്റെ കാര്യം കൂടി ഇതിനകത്ത് എടുത്തിട്ടുണ്ടല്ലോ. അവള് ലൈവ് ഉണ്ടാക്കി, അവള് ലൈവ് കണ്ട് മറ്റന്നാ മസ്താനി നിന്റെ ഒരു വീഡിയോ എങ്കിലും മനുഷ്യന് കാണാൻ വേണ്ടി കൊള്ളാവോ? നീ എന്നാ ഇവിടെ കാണിച്ചു കൊടുത്ത എപ്പിസോഡ് നീ കണ്ടായിരുന്നോ? ഈ പരിപാടിയുടെ പേരേ കളഞ്ഞു. ഇതുപോലെ ബിഗ് ബോസ് ചരിത്രത്തിലില്ല ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇത്ര നെഗറ്റീവോട് കൂടി ഇറങ്ങിപ്പോയ ഒരു കണ്ടസ്റ്റന്റ്.
വന്നു കയറിയല്ലോ ഈ വീട്ടിലോട്ട് വന്നു കയറിയപ്പോ ഞങ്ങൾ എല്ലാവരും ചിരിച്ച് സന്തോഷം വന്നു കയറിയത്. നിറകണ്ണോട് വന്നു കയറിയില്ലേ? ഇപ്പൊ എന്റെ അടുത്ത് നീ അവിടുന്ന് സമ്മതിച്ചില്ലേ പറഞ്ഞത് ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന്? അത് മതി മസ്താനി, എനിക്ക് അത് മതി. ഇനിയും ഞാൻ പറയും നിന്റെ വായിന്ന് ഇതുപോലത്തെ വർത്താനം വന്ന് ഇത് ഇനിയും ഞാൻ പറയും. മസ്താനി ഒരു കാര്യം മനസ്സിലാക്കിയോ, എന്താണ് നീ ചെയ്തത് അതിനുള്ള നിനക്ക് കിട്ടി, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. ഇനിയും ഞാൻ തരും. കൂടിപ്പോയാൽ ഞാൻ നിന്റെ പേരിൽ എന്തെങ്കിലും വീഡിയോ ഇട്ട് നിനക്ക് റിപ്പോർട്ട് ചെയ്ത് കളയാൻ പറ്റും. അത്ര തന്നെ ഉള്ളൂ. അതിനപ്പുറത്തോട് നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ വെല്ല വിളിക്കുന്നു പറ, തിരിച്ചു സംസാരിക്കുന്നേ സംസാരിക്കും. എനിക്ക് ഒന്നും വരാനില്ല. എന്താ മസ്താനി അവിടെ നോക്കി ഷോ കാണിക്കണത്? ഇവിടെ നോക്ക്. ഞാൻ അന്തസ്സായിട്ട് നിന്റെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നത്. എന്തെങ്കിലും പറയണെങ്കിൽ തിരിച്ചു പറ. അതാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ കിട്ടി നീ അങ്ങനെ അങ്ങനെ എന്തോ ഇവിടെ പറഞ്ഞു ഇറങ്ങിപ്പോയത് അങ്ങനെ പറഞ്ഞപ്പോ അത് കണ്ടടി നിന്റെ ചാച്ചന്റെ ഓട്ടോ കയറിയല്ലേ നീ ഇവിടുന്ന് പോയെന്ന് മസ്താനി തിരിച്ചു പറഞ്ഞു. ഇപ്പോഴാ ഞാൻ പിന്നെ ഇത്ര നേരം അവള് മിണ്ടാണ്ടിരിക്കുവായിരുന്നോ ഞാൻ നേരത്തെ? അല്ല അത് ശരി. അവിടെ നാക്കേ നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടായി. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ മിണ്ടാണ്ടെന്നുള്ളു കേട്ടോളൂ. അതാ കണ്ടത്. എന്നോട് അക്ബർ പറഞ്ഞപ്പോ ചേച്ചി ചെയ്തതിനെയാണ് തിരിച്ചു വരുന്നത്. കർമ്മ വിൽ ബി ബൗൺസ് ബാക്ക്. അല്ല അതിന് ഇവള് സോറി പറഞ്ഞപ്പോ അതിന്റെ അത് കേൾക്കാൻ നേരത്തെ അപ്പാൻ റെഡി അല്ലായിരുന്നു. വേണ്ട സംസാരിക്കേണ്ടത്. ഇന്നലെ രാത്രി ഞാനും നെവിനും രാവിലെ അക്ബർ പറഞ്ഞപ്പോ ജിഷിനും പറഞ്ഞല്ലോ. പറഞ്ഞപ്പം മസ്താനി മതിച്ച് എനിക്ക് പ്രശ്നമില്ല, ഞാൻ സംസാരിക്കാം മസ്താനിയായിട്ട്. ഞങ്ങൾ ഇത് സംസാരിച്ചിട്ട് എല്ലാരും കൂടി ഇരുന്നൊരു നല്ല ചിറ്റാറ്റ് കൊണ്ട് നിർത്താം. ഇപ്പൊ കണ്ടപ്പോഴേ അക്ബർ ചേച്ചി ഇനി വേണ്ട, ഇതല്ല ഇതിനപ്പുറം ഇവിടെ ചിലപ്പോ പറയും.